ഹലോ ബാഡീസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സെൻട്രൽ യൂറോപ്പിൽ തന്നെ ഏറ്റവും സ്മോളസ്റ്റ്, സേഫസ്റ്റ് ആൻഡ് ക്ലീനസ്റ്റ് കൺട്രി ആയ സ്ലൊവേനിയയിലാണ്. ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ യൂറോപ്പിൽ ഓസ്ട്രിയ, ഇറ്റലി, ഹംഗറി, ക്രൊയേഷ്യ എന്ന 4 രാജ്യങ്ങളുടെയും നടുക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ രാജ്യത്തെയും ആൾക്കാർ ഇവിടെ വസിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 2.1 മില്യൺ പീപ്പിൾസ് ആണ്. അപ്പോൾ ഈ രാജ്യത്തെ മേജർ സിറ്റീസ് എന്ന് പറയപ്പെടുന്നത് ലുബ്ലിയാന, മാരിബർ, സെലെ, ക്രാഞ്ച്, കോപ്പർ. ഈ സിറ്റികളിൽ ഞങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്നത് മാരിബറിലാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നതും ഇവരുടെ സ്വന്തം ക്യാപിറ്റൽ സിറ്റിയായ ലുബ്ലിയാനയാണ്. ഇവിടുത്തെ സമ്മറിൽ ഇവരുടെ ജനസംഖ്യയുടെ 2 ഇരട്ടി, അതായത് 6.2 ബില്യൺ പീപ്പിൾസ് വേൾഡ് വൈഡിൽ നിന്ന് വന്നു പോകുന്ന വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ലുബ്ലിയാന. എല്ലാ യൂറോപ്യൻ രാജ്യം പോലെയും ഇവരുടെ കാസ്റ്റലിന് ചുറ്റും ഫുൾ അടിപൊളി ക്ലീനസ്റ്റ് സ്ട്രീറ്റ്സ് ആണ്. ഇഷ്ടംപോലെ കോഫി ഷോപ്പും വൈൻ ഷോപ്പും പബ്, ബാർ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു അടിപൊളി സ്ട്രീറ്റ്സ്. സ്ട്രീറ്റിൻ്റെ അകത്ത് വെഹിക്കിൾസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റായ 10 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കൺട്രിയാണ് സ്ലൊവേനിയ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സ്ട്രീറ്റിൽ ഇരിക്കാനോ കിടക്കാനോ യാതൊരു മടിയില്ല. അപ്പോൾ ലുബ്ലിയാനയിലെ ലേക്ക് ക്രോസ് ചെയ്യാനായിട്ട് 13-ാം നൂറ്റാണ്ടിൽ പണിത ഒരു പാലമാണ് ട്രിപ്പിൾ ബ്രിഡ്ജ്. ഇത് 3ആയിട്ടാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൻ്റെ വരെ ഭാഗമാണിത്. ഇത് 3ആയിട്ട് പണിതിരിക്കുന്നത് 2 സൈഡിൽ പെഡസ്ട്രിയൻസിന് നടക്കാനും നടുക്കൂടെ അവരുടെ ട്രാൻസ്പോർട്ടേഷനുമാണ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ട്രീറ്റ്സിൽ ഇവിടെ വെഹിക്കിൾസ് അലൗഡ് അല്ല. അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രം, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷന് വേണ്ടി മാത്രമാണ് സ്ട്രീറ്റ്സിൽ വെഹിക്കിൾസ് വരത്തുള്ളൂ. ആളുകളാണെങ്കിലും ടൂറിസ്റ്റുകളാണെങ്കിലും ഇവിടെ നമ്മളോട് എല്ലാവരും ഫ്രണ്ട്ലിയാണ്. എല്ലാവരുടെ കയ്യിലും ഇതുപോലെ എപ്പോഴും ഒരു പെറ്റുണ്ടാവും. ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ്. ഡോഗ്സാണ് കൂടുതലും. നമ്മുടെ നാട്ടിലെ വില്ലന്മാരൊക്കെ ഇവിടെ വേറെ ശിശുവാണ്. എല്ലാവർക്കും ഭയങ്കര ഇണക്കാണ്. കുരയ്ക്കത്ത് പോലും ഇല്ല. ലോകാത്ഭുതങ്ങളിൽ തന്നെയുള്ള അടുത്തൊരു ബ്രിഡ്ജാണ് സ്ലൊവേനിയയിലുള്ള ഡ്രാഗൺ ബ്രിഡ്ജ്. പിന്നെ ഡ്രാഗൺ എന്ന് പറയുന്നത് ലുബ്ലിയാനയുടെ തന്നെ ഒരു ഭാഗമാണ്. ഇവരുടെ കൺട്രി പ്രൊട്ടക്റ്റ് ചെയ്തതും ഇവരുടെ റിലീജിയസ് ആയിട്ട് എന്തൊക്കെയോ വിശ്വാസങ്ങൾ ഇവരുടെ ഡ്രാഗണിലുണ്ട്. ഈ രാജ്യത്ത് പല സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഡ്രാഗണിൻ്റെ പ്രതിമകളും അതുപോലെയുള്ള പടങ്ങളും ഡ്രാഗണിൻ്റെ ടീഷർട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ മേടിക്കാൻ കിട്ടും. ഡ്രാഗൺ ഇവിടെ ഒരു മെയിൻ സംഭവം തന്നെയാണ്. പാലത്തിൻ്റെ ഹിസ്റ്ററി എല്ലാം എന്തോ ഭാഷയിലൂടെ കൊത്തി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്നും മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടുത്തെ ഈ ലേക്ക്, എൻ്റെ മോനെ, അതാണ് വിഷയം സാധനമാണ് ഇത്. ഇത് ഭയങ്കര ഭംഗിയാണ് ലേക്ക് കാണാൻ, ഒന്നും പറയണ്ടല്ലോ. നമ്മൾ നാട്ടിൽ വെള്ളവും പുഴയും തോടൊക്കെ കണ്ടിട്ട് വന്നതാണെങ്കിലും ഇവിടുത്തെ ലേക്കിന് പ്രത്യേക ഭംഗി തന്നെയുണ്ട്. അത് പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് രാത്രിയിലും അവരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ബോട്ട് പോണതും എല്ലാം. നമ്മൾ ഉടനെ തന്നെ ഇങ്ങനെയൊരു ബോട്ട് യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ നമ്മുടെ വീഡിയോ ചാനലിൽ വരും. അപ്പോൾ ഇത്ര നേരമായിട്ട് ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അങ്ങനെ വേണ്ട പരിപാടികളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കും ചാനൽ കൂടുതൽ ചെയ്യാനായിട്ടുള്ള ഉന്മേഷം ഉണ്ടാവും. ഇപ്പോൾ ലുബ്ലിയാന സെൻട്രൽ തന്നെ 2010 പണിത് എന്നറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജാണിത്. ബച്ചേഴ്സ് ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിൻ്റെ പേര്. ഇവിടെ ആയിരക്കണക്കിന് ഇതുപോലെ ലോക്കുകൾ പാലത്തിൻ്റെ ഈ സൈഡിലും അപ്പുറ സൈഡിലും ആയിട്ട് നമുക്ക് കാണാം. ഇഷ്ടംപോലെ ലോക്കുകളുണ്ട്. ഇവിടെ ലവേഴ്സ് വന്നിട്ട് ലോക്ക് ചെയ്തിട്ട് ലേക്കിലേക്ക് കീ ഇടുക എന്നുള്ളതാണ് വിശ്വാസം. ദൈവന്മാർ നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഇത്രയും വലിപ്പമുള്ള എലികളെ. നമ്മുടെ നാട്ടിൽ പന്നിയെലി എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ നമ്മളെന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു കോഴിയുടെ അത്ര ഉണ്ട് ഇവന്മാർ. ഇവന്മാരെ നമുക്ക് രാത്രിയും പകലും എല്ലാം നമുക്ക് തോടിൻ്റെ സൈഡുകളിൽ പല ക്രൗഡായിട്ടുള്ള, അല്ലാതെ ഇച്ചിരി സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്തുകൂടിയൊക്കെ കാണാം. ഇവന്മാർ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തോടിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ജീവിക്കുന്നത്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതേ ഇവന്മാർ ഗ്യാങ്ങായിട്ട് താറാവിനെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതേ താറാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവന്മാരുടെ വലിപ്പം മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. താറാവ് രക്ഷപ്പെട്ടു.
ഇതാണ് ലുബ്ലിയാനയുടെ ഹിസ്റ്റോറിക്കൽ സിറ്റി സെൻറ്റർ. ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും അവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ ടൗൺ ഹാളും മ്യൂസിയവും ചർച്ചും എല്ലാം ഈ സെൻറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. നടുക്ക് മാത്രം നനഞ്ഞു കിടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമ്മറിൽ നല്ല ചൂടാണ്. അതുകൊണ്ട് ഈ സിറ്റി സെൻറ്ററിൽ എപ്പോഴും തന്നെ മുകളിൽ ഒരു സ്പ്രിങ്ക്ലർ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേരെന്ന് മാത്രമല്ല, പ്രായമുള്ളവരും അല്ലാത്തവരും അതിൽ വരുന്ന എല്ലാവരും തന്നെ അതൊന്ന് എൻജോയ് ചെയ്തുകൊണ്ടാണ് അതിലുള്ള നടപ്പ്. എല്ലാ സ്ട്രീറ്റിൻ്റെ അവസാനവും സെൻറ്ററിലായതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റുകളും സെൻറ്ററിൽ വരാതെ പോകത്തില്ല. അതുകൊണ്ട് എന്ന് സെൻറ്ററിൽ പോയാലും നമ്മൾ ഓരോരോ കലാകാരന്മാരെ കാണാം. ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് മാംഗോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം കാണാൻ അടിപൊളിയാട്ടോ. അവരുടെ ആർക്കിടെക്ചറൽ ഡിസൈൻസും അത് പണിതേക്കുന്ന രീതികളും ഇത്ര വർഷം പഴക്കമുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റെബിലിറ്റി എല്ലാം ഒന്നും പറയാനില്ല. ഈ മേളിൽ കാണുന്ന വലിയ കെട്ടിടമാണ് 900 വർഷം പഴക്കമുള്ള ഇവിടുത്തെ കാസിൽ. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഫുള്ളായിട്ട് കാസിൽ പോയി ചെയ്യുന്നതാണ്. നമ്മൾ അതിൻ്റെ ടോപ്പിൽ കയറി അവിടെ നിന്നുള്ള വ്യൂ മൊത്തം നമ്മൾ കാണിക്കുന്നതായിരിക്കും. അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഒരു മെഷീനറീസും ഇല്ലാത്ത ആ കാലത്ത് ഇത് പണിത കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴേ തല പെരുക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.